മതവും വിശ്വാസവും പ്രണയത്തിനൊരു തടസ്സമാകില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. തിരശ്ശീലയിൽ നമ്മൾ കണ്ട നായകന്മാരും അതുപോലെ തന്നെ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയത്തിന് തടസ്സമായില്ലെങ്കിലും വിവാഹത്തിന് മതം തടസ്സമായേക്കുമെന്ന് തിരിച്ചറിഞ്ഞ താരങ്ങളും നമുക്കുണ്ട്. ഇഷ്ടപ്പെട്ടയാളെ സ്വന്തമാക്കാൻ മതം മാറിയ നായികമാരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. നയൻതാര. ഡയാന മരിയം കുര്യൻ എന്നായിരുന്നു നയൻതാരയുടെ യഥാർത്ഥ പേര്. സിനിമയിൽ വന്നതിന് ശേഷമായിരുന്നു നയൻതാര എന്ന താരം തന്റെ പേര് മാറ്റിയത്. നയൻസ് ജനിച്ചത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു. എന്നാൽ പിന്നീട് സംവിധായകനും നടനുമായ പ്രഭുദേവയെ വിവാഹം ചെയ്യാനായിരുന്നു താരം ഹിന്ദുമതം സ്വീകരിച്ചത്. ഇവരുടെയും വിവാഹവും വേർപിരിയലും എല്ലാം പെട്ടെന്നായിരുന്നു. നയൻതാരയുടെ മതം മാറ്റലും വിവാഹവും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഹേമ മാലിനി. ഒരു വിവാഹത്തിന് വധുവും വരനും മതപരിവർത്തനം നടത്തേണ്ടി വരുക. സിനിമയിൽ വരുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഹേമ മാലിനിയുടെയും ധർമ്മേന്ദ്രയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. വിവാഹിതനായ ധർമ്മേന്ദ്രയുമായി സ്വപ്നസുന്ദരി ഹേമ മാലിനി പ്രണയത്തിലാവുന്നു. എന്നാൽ ഹേമ മാലിനിയെ വിവാഹം ചെയ്യാൻ ധർമ്മേന്ദ്രയ്ക്ക് വിവാഹമോചനം നൽകാൻ ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ തയ്യാറാകുന്നില്ല. ഹിന്ദുമതപ്രകാരം നിലവിലെ ബന്ധം നിയമപരമായി വേർപിരിയാതെ ദമ്പതിമാർക്ക് വീണ്ടും വിവാഹിതരാകാൻ സാധിക്കില്ല. ഒടുവിൽ മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ഹേമ മാലിനിയും ധർമ്മേന്ദ്രയും വിവാഹിതരായത്. ജോമോൾ. മലയാളികളുടെ പ്രിയതാരമായിരുന്ന ജോമോളും വിവാഹശേഷം മതം മാറിയിരുന്നു. ക്രിസ്ത്യാനിയായിരുന്ന ജോമോൾ ചന്ദ്രശേഖരപിള്ളയെ വിവാഹം കഴിച്ചതിനെ തുടർന്നായിരുന്നു ഹിന്ദുമതം സ്വീകരിച്ചത്. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഇരുവരുടെ വിവാഹവും ഒരു ഒളിച്ചോട്ടമായിരുന്നു. വിവാഹശേഷം ജോമോൾ തന്റെ പേര് ഗൗരി എന്ന് മാറ്റിയിരുന്നു. അമൃത സിംഗ്. ബോളിവുഡ് സൂപ്പർ താരം സെയ്ഫ് അലി ഖാന്റെ മുൻ ഭാര്യ അമൃത സിംഗും വിവാഹത്തിനായി മതപരിവർത്തനം നടത്തിയ താരമാണ്. മുസ്ലിമായ സെയ്ഫിനെ വിവാഹം കഴിക്കാൻ അമൃത സിംഗ് സിഖ് മതം ഉപേക്ഷിച്ച് മുസ്ലിം ആവുകയായിരുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് 13 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹമോചിതരായി. സെയ്ഫുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച അമൃത വീണ്ടും സിഖ് മതത്തിലേക്ക് തിരിച്ചുപോയെന്നും ഇല്ലെന്നും വാർത്തകളുണ്ട്. നഗ്മ. ബോളിവുഡിൽ ഉൾപ്പെടെ തിളങ്ങിയ താരമാണ് നഗ്മ. അടുത്ത രാഷ്ട്രീയത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച നഗ്മയും മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. നഗ്മയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യനുമായിരുന്നു. എന്നാൽ പിന്നീട് നഗ്മ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയായിരുന്നു. നടി ജ്യോതികയുടെ സഹോദരിയുമാണ് നഗ്മ. മമത കുൽക്കർണി. തന്റെ ആൺസുഹൃത്ത് വിക്കി ഗോസ്വാമിയെ വിവാഹം ചെയ്യാനായിരുന്നു ബോളിവുഡ് താരം മമത കുൽക്കർണി മുസ്ലിം മതം സ്വീകരിച്ചത്. ആനി. രുദ്രാക്ഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു ആനിയും സംവിധായകൻ ഷാജി കൈലാസും പ്രണയത്തിലായത്. പിന്നീട് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ശേഷം ഇരുവരും വിവാഹിതരാകുകയായിരുന്നു. ഇരുവരുടെയും വിവാഹം ഒരു ഒളിച്ചോട്ടമായിരുന്നു. വിവാഹശേഷം ക്രിസ്ത്യാനിയായ ആനി ഹിന്ദുമതം സ്വീകരിക്കുകയും ആനി ചിത്രയായി മാറുകയും ചെയ്തു. നർഗീസ് ദത്ത്. ബോളിവുഡ് താരം നർഗീസ് ദത്ത് ജന്മം കൊണ്ട് മുസ്ലിമായിരുന്നു. ഹിന്ദുമത വിശ്വാസിയായ നടൻ സുനിൽ ദത്തിനെ വിവാഹം ചെയ്യാനായിരുന്നു നർഗീസ് ഹിന്ദുമതം സ്വീകരിച്ചത്. ലിസി. നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചതിന് ശേഷം ലിസിയും പ്രിയദർശനും പ്രണയത്തിലാവുകയും തുടർന്ന് 1990 വിവാഹിതരുമായി. ക്രിസ്ത്യാനിയായിരുന്ന ലിസി വിവാഹശേഷമായിരുന്നു ഹിന്ദുമതം സ്വീകരിച്ചത്. വിവാഹശേഷം ലിസി ലക്ഷ്മി എന്ന് പേര് മാറ്റുകയും ചെയ്തു. എന്നാൽ 2016 ഇരുവരും വിവാഹമോചിതരായി. ഇരുവരുടെയും വിവാഹമോചനവും ഏറെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. ഷാർമിള ടാഗോർ. 90കളിൽ ബോളിവുഡിന്റെ ഇഷ്ട നായികമാരിൽ ഒരാളായിരുന്നു ഷാർമിള ടാഗോർ. ബംഗാളി ചിത്രങ്ങളിലൂടെ തന്റെ കരിയർ ആരംഭിച്ച ഷാർമിള പിന്നീട് ബോളിവുഡിന്റെയും ഇഷ്ടതാരമായി മാറി. തന്റെ കരിയറിൽ കത്തി നിൽക്കുമ്പോഴായിരുന്നു ക്രിക്കറ്റ് താരം മൻസൂർ അലിഖാനുമായി ഷാർമിള പ്രണയത്തിലാകുന്നത്. തുടർന്ന് മൻസൂർ അലിഖാനെ വിവാഹം ചെയ്യാനായി ഷാർമിള മുസ്ലിം മതം സ്വീകരിക്കുകയായിരുന്നു. ബീന ആന്റണി. സിനിമാ സീരിയൽ താരം നടി ബീന ആന്റണിയും വിവാഹത്തിന് ശേഷം മതം മാറിയിരുന്നു. നടൻ മനോജ് നായരെ വിവാഹം ചെയ്ത ബീന ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ചാനൽ ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുവരും സന്തോഷ ജീവിതം നയിക്കുന്ന മാതൃകാ ദമ്പതികളാണ്. മാധു. ഡോക്ടർ ജേക്കബിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് നടി മാധു ക്രിസ്തുമതം സ്വീകരിച്ചത്. വിവാഹശേഷം മതം മാറി മീന എന്ന പേര് സ്വീകരിച്ച മാധു സിനിമ വിടുകയും അമേരിക്കയിലേക്ക് ചേക്കേറുകയുമായിരുന്നു. പിന്നീട് 2012 വിവാഹമോചിതയായി. ദാമ്പത്യം തകർന്നെങ്കിലും നടി ഇപ്പോഴും ക്രിസ്തുമത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊപ്പം ന്യൂയോർക്കിൽ സെറ്റിൽഡാണ് താരം. മോണിക. ഫാൻഡം എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് മോണിക. 2014 താൻ മുസ്ലിം മതം സ്വീകരിച്ച കാര്യം മോണിക പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത്. അങ്ങനെ മോണിക റഹീമയായി മാറി. മോണിക്കയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യനുമാണ്. മുസ്ലിം മതത്തോടുള്ള താല്പര്യം കൊണ്ടാണ് താൻ മതം മാറിയതെന്ന് താരം പറഞ്ഞു. എന്നാൽ മാലിക് എന്നയാളെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് മോണിക്ക മുസ്ലിം മതം സ്വീകരിച്ച് റഹീമയായി മാറിയതെന്നും വാർത്തകളുണ്ടായിരുന്നു. ആയിഷ ടാക്കിയ. മുസ്ലിമായ തന്റെ ബോയ്ഫ്രണ്ട് ഫർഹാനെ ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ആയിഷ സ്വന്തമാക്കിയത്. ഒരുമിച്ച് ജീവിക്കുന്നതിനായി ആയിഷ മുസ്ലിം മതവും സ്വീകരിച്ചു. എന്നാൽ വിവാഹശേഷമായിരുന്നു ആയിഷ മതം മാറിയത്. ഡയാന മരിയം കുര്യൻ എന്നായിരുന്നു നയൻതാരയുടെ യഥാർത്ഥ പേര്. സിനിമയിൽ വന്നതിന് ശേഷമായിരുന്നു നയൻതാര എന്ന താരം തന്റെ പേര് മാറ്റിയത്. നയൻസ് ജനിച്ചത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു. എന്നാൽ പിന്നീട് സംവിധായകനും നടനുമായ പ്രഭുദേവയെ വിവാഹം ചെയ്യാനായിരുന്നു താരം ഹിന്ദുമതം സ്വീകരിച്ചത്. ഇവരുടെയും വിവാഹവും വേർപിരിയലും എല്ലാം പെട്ടെന്നായിരുന്നു. നയൻതാരയുടെ മതം മാറ്റലും വിവാഹവും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു.
ഹേമമാലിനി ഒരു വിവാഹത്തിന് വധുവും വരനും മതപരിവർത്തനം നടത്തേണ്ടി വരുക. സിനിമയെ വെല്ലുന്ന സംഭവവികാസങ്ങളായിരുന്നു ഹേമമാലിനിയുടെയും ധർമ്മേന്ദ്രയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. വിവാഹിതനായ ധർമ്മേന്ദ്രയുമായി സ്വപ്നസുന്ദരി ഹേമമാലിനി പ്രണയത്തിലാവുന്നു. എന്നാൽ ഹേമമാലിനിയെ വിവാഹം ചെയ്യാൻ ധർമ്മേന്ദ്രയ്ക്ക് വിവാഹമോചനം നൽകാൻ ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ തയ്യാറാകുന്നില്ല. ഹിന്ദുമതപ്രകാരം നിലവിലെ ബന്ധം നിയമപരമായി വേർപിരിയാതെ ദമ്പതിമാർക്ക് വീണ്ടും വിവാഹിതരാകാൻ സാധിക്കില്ല. ഒടുവിൽ മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ഹേമമാലിനിയും ധർമ്മേന്ദ്രയും വിവാഹിതരായത്. ജോമോൾ മലയാളികളുടെ പ്രിയതാരമായിരുന്ന ജോമോളും വിവാഹശേഷം മതം മാറിയിരുന്നു. ക്രിസ്ത്യാനിയായിരുന്ന ജോമോൾ ചന്ദ്രശേഖര പിള്ളയെ വിവാഹം കഴിച്ചതിനെ തുടർന്നായിരുന്നു ഹിന്ദുമതം സ്വീകരിച്ചത്. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഇരുവരുടെ വിവാഹവും ഒരു ഒളിച്ചോട്ടമായിരുന്നു. വിവാഹശേഷം ജോമോൾ തന്റെ പേര് ഗൗരി എന്ന് മാറ്റിയിരുന്നു. അമൃത സിംഗ് ബോളിവുഡ് സൂപ്പർ താരം സെയ്ഫ് അലി ഖാന്റെ മുൻ ഭാര്യ അമൃത സിംഗും വിവാഹത്തിനായി മതപരിവർത്തനം നടത്തിയ താരമാണ്. മുസ്ലിമായ സെയ്ഫിനെ വിവാഹം കഴിക്കാൻ അമൃത സിംഗ് സിഖ് മതം ഉപേക്ഷിച്ച് മുസ്ലിം ആവുകയായിരുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് 13 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹമോചിതരായി. സെയ്ഫുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച അമൃത വീണ്ടും സിഖ് മതത്തിലേക്ക് തിരിച്ചു പോയെന്നും ഇല്ലെന്നും വാർത്തകളുണ്ട്. നഗ്മ ബോളിവുഡിൽ ഉൾപ്പെടെ തിളങ്ങിയ താരമാണ് നഗ്മ. അടുത്ത രാഷ്ട്രീയത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച നഗ്മയും മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. നഗ്മയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യനുമായിരുന്നു. എന്നാൽ പിന്നീട് നഗ്മ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയായിരുന്നു. നടി ജ്യോതികയുടെ സഹോദരിയുമാണ് നഗ്മ. മമത കുൽക്കർണി തന്റെ ആൺസുഹൃത്ത് വിക്കി ഗോസ്വാമിയെ വിവാഹം ചെയ്യാനായിരുന്നു ബോളിവുഡ് താരം മമത കുൽക്കർണി മുസ്ലിം മതം സ്വീകരിച്ചത്. ആനി രുദ്രാക്ഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു ആനിയും സംവിധായകൻ ഷാജി കൈലാസും പ്രണയത്തിലായത്. പിന്നീട് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ശേഷം ഇരുവരും വിവാഹിതരാകുകയായിരുന്നു. ഇരുവരുടെയും വിവാഹം ഒരു ഒളിച്ചോട്ടമായിരുന്നു. വിവാഹശേഷം ക്രിസ്ത്യാനിയായ ആനി ഹിന്ദുമതം സ്വീകരിക്കുകയും ആനി ചിത്രയായി മാറുകയും ചെയ്തു. നർഗീസ് ദത്ത് ബോളിവുഡ് താരം നർഗീസ് ദത്ത് ജന്മം കൊണ്ട് മുസ്ലിമായിരുന്നു. ഹിന്ദുമത വിശ്വാസിയായ നടൻ സുനിൽ ദത്തിനെ വിവാഹം ചെയ്യാനായിരുന്നു നർഗീസ് ഹിന്ദുമതം സ്വീകരിച്ചത്. ലിസി നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചതിന് ശേഷം ലിസിയും പ്രിയദർശനും പ്രണയത്തിലാവുകയും തുടർന്ന് 1990-ൽ വിവാഹിതരുമായി. ക്രിസ്ത്യാനിയായിരുന്ന ലിസി വിവാഹശേഷമായിരുന്നു ഹിന്ദുമതം സ്വീകരിച്ചത്. വിവാഹശേഷം ലിസി ലക്ഷ്മി എന്ന് പേര് മാറ്റുകയും ചെയ്തു. എന്നാൽ 2016-ൽ ഇരുവരും വിവാഹമോചിതരായി. ഇരുവരുടെയും വിവാഹമോചനവും ഏറെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. ഷാർമിള ടാഗോർ 90കളിൽ ബോളിവുഡിന്റെ ഇഷ്ട നായികമാരിൽ ഒരാളായിരുന്നു ഷാർമിള ടാഗോർ. ബംഗാളി ചിത്രങ്ങളിലൂടെ തന്റെ കരിയർ ആരംഭിച്ച ഷാർമിള പിന്നീട് ബോളിവുഡിന്റെയും ഇഷ്ടതാരമായി മാറി. തന്റെ കരിയറിൽ കത്തി നിൽക്കുമ്പോഴായിരുന്നു ക്രിക്കറ്റ് താരം മൻസൂർ അലിഖാനുമായി ഷാർമിള പ്രണയത്തിലാകുന്നത്. തുടർന്ന് മൻസൂർ അലിഖാനെ വിവാഹം ചെയ്യാനായി ഷാർമിള മുസ്ലിം മതം സ്വീകരിക്കുകയായിരുന്നു. ബീന ആന്റണി സിനിമാ സീരിയൽ താരം നടി ബീന ആന്റണിയും വിവാഹത്തിന് ശേഷം മതം മാറിയിരുന്നു. നടൻ മനോജ് നായരെ വിവാഹം ചെയ്ത ബീന ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ചാനൽ ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുവരും സന്തോഷ ജീവിതം നയിക്കുന്ന മാതൃകാ ദമ്പതികളാണ്. മാധു ഡോക്ടർ ജേക്കബിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് നടി മാധു ക്രിസ്തുമതം സ്വീകരിച്ചത്. വിവാഹശേഷം മതം മാറി മീന എന്ന പേര് സ്വീകരിച്ച മാധു സിനിമ വിടുകയും അമേരിക്കയിലേക്ക് ചേക്കേറുകയുമായിരുന്നു. പിന്നീട് 2012-ൽ വിവാഹമോചിതയായി. ദാമ്പത്യം തകർന്നെങ്കിലും നടി ഇപ്പോഴും ക്രിസ്തുമത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊപ്പം ന്യൂയോർക്കിൽ സെറ്റിൽഡാണ് താരം. മോണിക ഫാൻഡം എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് മോണിക. 2014-ലാണ് താൻ മുസ്ലിം മതം സ്വീകരിച്ച കാര്യം മോണിക്ക പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത്. അങ്ങനെ മോണിക്ക റഹീമയായി മാറി. മോണിക്കയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യനുമാണ്. മുസ്ലിം മതത്തോടുള്ള താല്പര്യം കൊണ്ടാണ് താൻ മതം മാറിയതെന്ന് താരം പറഞ്ഞു. എന്നാൽ മാലിക് എന്നയാളെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് മോണിക്ക മുസ്ലിം മതം സ്വീകരിച്ച് റഹീമയായി മാറിയതെന്നും വാർത്തകളുണ്ടായിരുന്നു. ആയിഷ ടാക്കിയ മുസ്ലിമായ തന്റെ ബോയ്ഫ്രണ്ട് ഫർഹാനെ ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ആയിഷ സ്വന്തമാക്കിയത്. ഒരുമിച്ച് ജീവിക്കുന്നതിനായി ആയിഷ മുസ്ലിം മതവും സ്വീകരിച്ചു. എന്നാൽ വിവാഹശേഷമായിരുന്നു ആയിഷ മതം മാറിയത്. ഡയാന മരിയം കുര്യൻ എന്നായിരുന്നു നയൻതാരയുടെ യഥാർത്ഥ പേര്. സിനിമയിൽ വന്നതിന് ശേഷമായിരുന്നു നയൻതാര എന്ന് താരം തന്റെ പേര് മാറ്റിയത്. നയൻസ് ജനിച്ചത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു. എന്നാൽ പിന്നീട് സംവിധായകനും നടനുമായ പ്രഭുദേവയെ വിവാഹം ചെയ്യാനായിരുന്നു താരം ഹിന്ദുമതം സ്വീകരിച്ചത്. ഇവരുടെയും വിവാഹവും വേർപിരിയലും എല്ലാം പെട്ടെന്നായിരുന്നു. നയൻതാരയുടെ മതം മാറ്റലും വിവാഹവും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഹേമമാലിനി ഒരു വിവാഹത്തിന് വധുവും വരനും മതപരിവർത്തനം നടത്തേണ്ടി വരുക. സിനിമയെ വെല്ലുന്ന സംഭവവികാസങ്ങളായിരുന്നു ഹേമമാലിനിയുടെയും ധർമ്മേന്ദ്രയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. വിവാഹിതനായ ധർമ്മേന്ദ്രയുമായി സ്വപ്നസുന്ദരി ഹേമമാലിനി പ്രണയത്തിലാവുന്നു. എന്നാൽ ഹേമമാലിനിയെ വിവാഹം ചെയ്യാൻ ധർമ്മേന്ദ്രയ്ക്ക് വിവാഹമോചനം നൽകാൻ ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ തയ്യാറാകുന്നില്ല. ഹിന്ദുമതപ്രകാരം നിലവിലെ ബന്ധം നിയമപരമായി വേർപിരിയാതെ ദമ്പതിമാർക്ക് വീണ്ടും വിവാഹിതരാകാൻ സാധിക്കില്ല. ഒടുവിൽ മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ഹേമമാലിനിയും ധർമ്മേന്ദ്രയും വിവാഹിതരായത്. ജോമോൾ
മലയാളികളുടെ പ്രിയതാരമായിരുന്ന ജോമോളും വിവാഹശേഷം മതം മാറിയിരുന്നു. ക്രിസ്ത്യാനിയായിരുന്ന ജോമോൾ ചന്ദ്രശേഖര പിള്ളയെ വിവാഹം കഴിച്ചതിനെ തുടർന്നായിരുന്നു ഹിന്ദുമതം സ്വീകരിച്ചത്. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഇരുവരുടെ വിവാഹവും ഒരു ഒളിച്ചോട്ടമായിരുന്നു. വിവാഹശേഷം ജോമോൾ തന്റെ പേര് ഗൗരി എന്ന് മാറ്റിയിരുന്നു. അമൃത സിംഗ്. ബോളിവുഡ് സൂപ്പർ താരം സെയ്ഫ് അലി ഖാന്റെ മുൻ ഭാര്യ അമൃത സിംഗും വിവാഹത്തിനായി മതപരിവർത്തനം നടത്തിയ താരമാണ്. മുസ്ലിമായ സെയ്ഫിനെ വിവാഹം കഴിക്കാൻ അമൃത സിംഗ് സിഖ് മതം ഉപേക്ഷിച്ച് മുസ്ലിം ആവുകയായിരുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് 13 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹമോചിതരായി. സെയ്ഫുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച അമൃത വീണ്ടും സിഖ് മതത്തിലേക്ക് തിരിച്ചുപോയെന്നും ഇല്ലെന്നും വാർത്തകളുണ്ട്. നഗ്മ. ബോളിവുഡിൽ ഉൾപ്പെടെ തിളങ്ങിയ താരമാണ് നഗ്മ. അടുത്ത രാഷ്ട്രീയത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച നഗ്മയും മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. നഗ്മയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യനുമായിരുന്നു. എന്നാൽ പിന്നീട് നഗ്മ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയായിരുന്നു. നടി ജ്യോതികയുടെ സഹോദരിയുമാണ് നഗ്മ. മമത കുൽക്കർണി. തന്റെ ആൺസുഹൃത്ത് വിക്കി ഗോസ്വാമിയെ വിവാഹം ചെയ്യാനായിരുന്നു ബോളിവുഡ് താരം മമത കുൽക്കർണി മുസ്ലിം മതം സ്വീകരിച്ചത്. ആനി. രുദ്രാക്ഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു ആനിയും സംവിധായകൻ ഷാജി കൈലാസും പ്രണയത്തിലായത്. പിന്നീട് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ശേഷം ഇരുവരും വിവാഹിതരാകുകയായിരുന്നു. ഇരുവരുടെയും വിവാഹം ഒരു ഒളിച്ചോട്ടമായിരുന്നു. വിവാഹശേഷം ക്രിസ്ത്യാനിയായ ആനി ഹിന്ദുമതം സ്വീകരിക്കുകയും ആനി ചിത്രയായി മാറുകയും ചെയ്തു. നർഗീസ് ദത്ത്. ബോളിവുഡ് താരം നർഗീസ് ദത്ത് ജന്മം കൊണ്ട് മുസ്ലിമായിരുന്നു. ഹിന്ദുമത വിശ്വാസിയായ നടൻ സുനിൽ ദത്തിനെ വിവാഹം ചെയ്യാനായിരുന്നു നർഗീസ് ഹിന്ദുമതം സ്വീകരിച്ചത്. ലിസി. നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചതിന് ശേഷം ലിസിയും പ്രിയദർശനും പ്രണയത്തിലാവുകയും തുടർന്ന് 1990-ൽ വിവാഹിതരുമായി. ക്രിസ്ത്യാനിയായിരുന്ന ലിസി വിവാഹശേഷമായിരുന്നു ഹിന്ദുമതം സ്വീകരിച്ചത്. വിവാഹശേഷം ലിസി ലക്ഷ്മി എന്ന് പേര് മാറ്റുകയും ചെയ്തു. എന്നാൽ 2016-ൽ ഇരുവരും വിവാഹമോചിതരായി. ഇരുവരുടെയും വിവാഹമോചനവും ഏറെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. ഷാർമിള ടാഗോർ. 90കളിൽ ബോളിവുഡിന്റെ ഇഷ്ട നായികമാരിൽ ഒരാളായിരുന്നു ഷാർമിള ടാഗോർ. ബംഗാളി ചിത്രങ്ങളിലൂടെ തന്റെ കരിയർ ആരംഭിച്ച ഷാർമിള പിന്നീട് ബോളിവുഡിന്റെയും ഇഷ്ടതാരമായി മാറി. തന്റെ കരിയറിൽ കത്തി നിൽക്കുമ്പോഴായിരുന്നു ക്രിക്കറ്റ് താരം മൻസൂർ അലിഖാനുമായി ഷാർമിള പ്രണയത്തിലാകുന്നത്. തുടർന്ന് മൻസൂർ അലിഖാനെ വിവാഹം ചെയ്യാനായി ഷാർമിള മുസ്ലിം മതം സ്വീകരിക്കുകയായിരുന്നു. ബീന ആന്റണി. സിനിമാ സീരിയൽ താരം നടി ബീന ആന്റണിയും വിവാഹത്തിന് ശേഷം മതം മാറിയിരുന്നു. നടൻ മനോജ് നായരെ വിവാഹം ചെയ്ത ബീന ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ചാനൽ ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുവരും സന്തോഷ ജീവിതം നയിക്കുന്ന മാതൃകാ ദമ്പതികളാണ്. മാധു. ഡോക്ടർ ജേക്കബിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് നടി മാധു ക്രിസ്തുമതം സ്വീകരിച്ചത്. വിവാഹശേഷം മതം മാറി മീന എന്ന പേര് സ്വീകരിച്ച മാധു സിനിമ വിടുകയും അമേരിക്കയിലേക്ക് ചേക്കേറുകയുമായിരുന്നു. പിന്നീട് 2012-ൽ വിവാഹമോചിതയായി. ദാമ്പത്യം തകർന്നെങ്കിലും നടി ഇപ്പോഴും ക്രിസ്തുമത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊപ്പം ന്യൂയോർക്കിൽ സെറ്റിൽഡാണ് താരം. മോണിക. ഫാൻഡം എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് മോണിക. 2014-ലാണ് താൻ മുസ്ലിം മതം സ്വീകരിച്ച കാര്യം മോണിക്ക പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത്. അങ്ങനെ മോണിക്ക റഹീമയായി മാറി. മോണിക്കയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യനുമാണ്. മുസ്ലിം മതത്തോടുള്ള താല്പര്യം കൊണ്ടാണ് താൻ മതം മാറിയതെന്ന് താരം പറഞ്ഞു. എന്നാൽ മാലിക് എന്നയാളെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് മോണിക്ക മുസ്ലിം മതം സ്വീകരിച്ച് റഹീമയായി മാറിയതെന്നും വാർത്തകളുണ്ടായിരുന്നു. ആയിഷ ടാക്കിയ. മുസ്ലിമായ തന്റെ ബോയ്ഫ്രണ്ട് ഫർഹാനെ ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ആയിഷ സ്വന്തമാക്കിയത്. ഒരുമിച്ച് ജീവിക്കുന്നതിനായി ആയിഷ മുസ്ലിം മതവും സ്വീകരിച്ചു. എന്നാൽ വിവാഹശേഷമായിരുന്നു ആയിഷ മതം മാറിയത്.